ശ്രീ ഹരിദാസ്, ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യൻ ഇന്ന് ആലപ്പുഴയിലെ 4 തിരോധാന കേസുകളിൽ പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന ആളാണ്. ഇയാൾ ഈ സ്ത്രീകളുടെ സ്വത്തുവകകൾ തട്ടിയെടുത്തുവെന്നും സ്വർണ്ണാഭരണങ്ങൾ കവർന്നുവെന്നും ഇവരെ കൊലപ്പെടുത്തിയിരിക്കാം എന്നുമാണ് പോലീസ് സംശയിക്കുന്നത്. ഈ സെബാസ്റ്റ്യനെ ശ്രീ ഹരിദാസ് താങ്കൾക്ക് എത്ര നാളായി അറിയാം? ഏത് സ്വഭാവക്കാരനാണ് സെബാസ്റ്റ്യൻ? അയാൾ ഒരു സീരിയൽ കില്ലറാണോ എന്നൊക്കെയുള്ള സംശയമാണ് ഇപ്പോൾ പോലീസിനുള്ളത്. ഹരിദാസ്, താങ്കൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? അയാൾ എത്ര കാലമായെന്നറിയാൻ എൻ്റെ ബാല്യം മുതൽ, കാര്യം എൻ്റെ അയൽവാസി കൂടിയാണ് അയാൾ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എൻ്റെ അയൽവാസിയാണ് ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ബാല്യം മുതലേ പരസ്പരം അറിയുന്ന ആൾക്കാരാണ്. ഇപ്പം ഞാൻ താമസിക്കുന്നത് തന്നെ അയാളുടെ വീടിന് തൊട്ട് ഇപ്പുറത്താണ് താമസിക്കുന്നത്. എൻ്റെ കുടുംബ വീട് അതിനപ്പുറത്ത് 2 വീടിനപ്പുറത്തുള്ള താമസിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഫാമിലിയായിട്ട് വളരെ നന്നേ ചെറുപ്പം മുതലേ, കാര്യം ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഒന്നിച്ച് സ്കൂളിൽ പോവുകയും വരികയൊക്കെ ചെയ്തിരുന്നൊരു കക്ഷിയാണ്. പിന്നെ എഴുതി കാണിക്കുന്ന പോലെ ഞാൻ അയാളുടെ ഒരു വലിയ ആത്മാർത്ഥ സുഹൃത്തൊന്നുമല്ല. അയാൾ കുറച്ച് മെച്ചറായി കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ചില ഫ്രോഡ് പണിയൊക്കെ തുടങ്ങി ചെറിയ മോഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള കക്ഷിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെപ്പോലുള്ളവർ അകന്നു നിന്നിട്ടുള്ള കക്ഷികളാണ്. ഇയാളുടെ നേച്ചർ എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു കക്ഷിയാണ്. അപ്പോൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ ഇത്ര ഒരു ക്രൂരത ചെയ്യും എന്നുള്ളൊരു ധാരണയൊന്നും അക്കാലത്ത് വച്ച് പുലർത്തിയിരുന്നില്ലെന്നുള്ളതാണ്. ഈ ബിന്ദുവിൻ്റെ കേസ് വന്ന ശേഷമാണ് ഇയാൾ ഇത്രയ്ക്ക് ഒരു മെൻറ്റാലിറ്റിയുള്ള മനുഷ്യനാണെന്ന് ബോധ്യമാവുന്നത്. അല്ല ഹരിദാസ്, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ റോസമ്മ ചേച്ചി പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. അതായത് ഈ ഒരു കല്യാണാലോചനയൊക്കെ വന്ന സമയത്ത് അച്ഛൻ പറഞ്ഞത് ഫ്രോഡെന്ന് പറഞ്ഞാൽ പോരാ, അതിനും മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണം ഈ സെബാസ്റ്റ്യനെ വിളിക്കാനാണ്. അങ്ങനെ ഒരാളാണ് എന്ന് താങ്കൾക്കറിയാമോ അയൽവാസി എന്ന നിലയിൽ? അല്ല, തീർച്ചയായിട്ടും അയാളെ കാര്യത്തിൽ അച്ഛൻ പറഞ്ഞത് 100% ശരിയാ. കാര്യം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. അച്ഛൻ പറയുന്നത് 100% ശരിയാ. കാര്യം ഇയാളുടെ മാര്യേജ് സമയത്ത് പോലും വളരെ ലേറ്റായി മാര്യേജ് ചെയ്ത കക്ഷിയാണ്. ഒരു 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ആൾ വിവാഹിതനാവുന്നത്. അക്കാലത്ത് ഇയാൾ സാധാരണ ഈ പള്ളിയിൽ 3 വിളിച്ചുവല്ല അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ ചടങ്ങുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പള്ളിയും ധൈര്യം ഇതൊന്നും കൊടുക്കാതെ വന്നതുകൊണ്ട് ഇയാൾ അങ്ങനെ ഈ വിളിച്ചുവല്ലോ നേരത്തെ മാമൂദിക്ക് ശേഷം ബാക്കി ചടങ്ങുകൾക്കൊന്നും പോകാത്ത ഒരാളായിരുന്നു. അപ്പോൾ കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ആരൊക്കെ അയാളുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ടെന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ നടന്നിട്ടുള്ളത്. വളരെ വൈകി മാരിയുടെ കക്ഷിയാണ്. പിന്നെ ഈ റോസ്മ ചേച്ചി പറയുമ്പോൾ നമുക്ക് ആകെപ്പാടെ ഒരു കൺഫ്യൂഷനായി. അവർ പറയുന്നത് പരസ്പര വിരുദ്ധമാണെന്ന് എനിക്കിപ്പോൾ തോന്നിയത്. കാര്യം ഇപ്പോൾ 2017 അവർ പറയുന്ന അവരുടെ വസ്തു ഏർപ്പാടായി കൊടുത്ത റോസമ്മയാണെന്ന് പറയുന്നു, ഈ സെബാസ്റ്റ്യനാണെന്ന് പറയുന്നു. പിന്നെ പറയുന്നു ഇവർ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനായിപ്പോൾ. അവരൊരു വിശ്വാസമില്ലാത്ത രൂപത്തിൽ വർത്തമാനം പറയുന്നു. അവരിപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും അവരൊക്കെ റോസമ്മയ്ക്ക് സെബാസ്റ്റ്യനെ അറിയാതിരിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അവരിപ്പോൾ ആരുടെയൊക്കെ സമ്മർദ്ദത്തിൻ്റെ പുറത്തായിരിക്കാതെ ഒഴിഞ്ഞു പറയുന്നുള്ളത് എൻ്റെ കണക്കൂട്ടിൽ. അല്ല, ഈ റോസമ്മ ചേച്ചി നമ്മളോട് പറഞ്ഞതേ ഹരിദാസ്, അതായത് 2016 ശേഷമാണ് അവർ ഈ വസ്തു അവർക്ക് കിട്ടുന്നത്. 2017 എന്നാണ് അവരുടെ ഓർമ്മ. ഈ ഐഷ ഈ സെബാസ്റ്റ്യനും കൊണ്ടുവന്ന് അവരുടെ ഭൂമി വൃത്തിയാക്കുകയും ഒക്കെ ചെയ്തത്. അതിലാണ് ഇവരുമായി പിണങ്ങുന്നത് എന്നാണ് പറഞ്ഞത്. അത്രയും കാര്യങ്ങളിൽ വലിയ പൊരുത്തക്കേടൊന്നുമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2012 മുതൽ ഈ ഐഷയെ കാണാനില്ല എന്നൊരു പ്രശ്നം ഈ ചർച്ചയിൽ മകൻ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ പരാതിപ്പെട്ടിരിക്കുന്നത്. അവിടെയാണ് പൊരുത്തക്കേടുള്ളത്. സെബാസ്റ്റ്യനെ അറിയില്ല എന്ന് പറയുകയല്ല റോസമ്മ ചേച്ചി ചെയ്തത്, മറിച്ച് സെബാസ്റ്റ്യനെ അറിയാം, പക്ഷെ അറിയുന്നത് ഇങ്ങനെയാണ്. പിന്നെ അവർക്ക് സ്വത്തും ഒക്കെ ഉള്ളത് കൊണ്ട് അവരെ കല്യാണം ആലോചിച്ചു. അപ്പോൾ അവർ അച്ഛനോട് ചോദിച്ചു, സെബാസ്റ്റ്യനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നാണ്. പക്ഷേ ഹരിദാസ്, ഈ സെബാസ്റ്റ്യൻ്റെ ബാല്യം, അതിനുശേഷമുള്ള അയാളുടെ അയാളുടെ വളർച്ച, ഈ ഘട്ടങ്ങളിലൊക്കെ അയാൾ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു മനോരോഗത്തിനൊക്കെ അടിമപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അതോ അയാൾ ഒരു ബോൺ ക്രിമിനൽ എന്നൊക്കെ പറയുന്ന തരത്തിലൊരു സ്വഭാവത്തിലുള്ള ആളാണെന്നാണോ താങ്കൾ വളരെ ചെറുപ്പം മുതൽ അറിയുന്ന ആളെന്നതിൽ ഞാൻ ചോദിക്കാൻ? അയാളുടെ കുടുംബ പശ്ചാത്തലം എങ്ങനെയായിരുന്നു? അയാൾ സാമാന്യം ഈ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയുള്ള ആളാണോ? അല്ല, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടെന്ന് അയാളുടെ ഫാദർ സാധാരണ ഒരു കർഷകനാണ്. ഒരു 2.5 ഏക്കർ താഴെ 2.5 ഏക്കറുള്ള വസ്തുവാണ്. അയാളുടെ ഫാദറിന് കുടുംബോഹരി കിട്ടിയതാണ്. ഇയാളുടെ കുടുംബം ഫാദറിൻ്റെ കുടുംബം എൻ്റെ വീടിൻ്റെ തെക്കുറത്തെ വീടാണ്. അപ്പോൾ ഓഹരി കിട്ടിയതാണ്. അതിലാ മനുഷ്യന് വളരെ പാവപ്പെട്ടൊരു മനുഷ്യനായിരുന്നു. ഈ 2.4 ഏക്കറിൽ ഞങ്ങൾക്ക് വേറെ ഒരു തൊഴിലൊന്നുമില്ലാന്ന് പക്ഷേ കൃഷിയാണ് അയാളുടെ പ്രധാന വരുമാനമായിരുന്നു. അപ്പോൾ ഇവർ 6 മക്കളായിരുന്നു. 3 ആണും 3 പെണ്ണുമായിരുന്നു. അപ്പോൾ ഈ കൃഷിയിലൂടെ കിട്ടുന്ന വരുമാനത്തിലാണ് പുള്ളി ആകെപ്പാടെ ഒരു വരുമാന സോഴ്സ് ഉണ്ട്. അല്ലാതെ മറ്റു യാതൊരു സോഴ്സും ഇല്ലായിരുന്നു. പിന്നെ സെബാസ്റ്റ്യൻ വളർന്നു വരുമ്പോഴും അങ്ങനെ വെൽത്തി ഫാമിലിയൊന്നും അല്ല ഈ സെബാസ്റ്റ്യൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ. സെബാസ്റ്റ്യൻ മെച്ചറായി കഴിഞ്ഞാൽ അയാൾ
ഡ്രൈവിംഗ് പഠിച്ചു, ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ആദ്യം അയാളൊരു എനിക്ക് തോന്നുന്ന ഇയാളൊരു മസ്ത വണ്ടിയായിട്ട് വന്നിട്ട് തുടങ്ങി. ആദ്യം അത് തണ്ണീർമുക്കത്ത് ഇവിടെയുള്ള ഒരാളുടെ വണ്ടിയായിരുന്നു. അതല്ലാണ്ട് വേറെ സാമ്പത്തിക സോഴ്സൊന്നും ഇല്ലായിരുന്നു. പിന്നെ ബിന്ദു പത്മനാഭൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ശേഷമാണ്, അവിടെ വസ്തുവെല്ലാം വിറ്റ ശേഷമാണ് ഇയാൾക്ക് അവിടെ സാമ്പത്തികം ഉണ്ടായത്. അക്കാലത്തിൽ എൻ്റെ വീടിൻ്റെ വാതിക്കൽ കൂടിയാണ് ഇയാളുടെ ബ്ലേഡ് വലിച്ചയ്ക്ക് പൈസ വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്നറിയില്ല, എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ വാതിക്കൽ കൂടി പോകാനൊക്കെ ഉള്ളൂ. സാധാരണ സബാസ്റ്റിൻ പോലും ഇങ്ങനെ പോകാൻ എൻ്റെ വാതിക്കൽ കൂടി പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഇയാൾ പോകാറുണ്ടെങ്കിലും ഞാനുമായിട്ട് അത്ര ഒരു നല്ല ക്ലോസ് അല്ലായിരുന്നു. എന്നെ കാണുമ്പോൾ ചിലപ്പം ചിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ആൾക്കാർ പോകുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചാണ് എന്താ കേസെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, സബാസ്റ്റിന് പലിശയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് തിരക്കി പോവാണെന്ന് പറയാം. അമ്മാവൻ്റെ വീടെന്നാണ് പറയുക. ഇയാൾ സൃഷ്ടിച്ചെടുത്തൊരു പേരാണ് അമ്മാവനെന്ന്. ഇപ്പം ഞങ്ങളൊക്കെ സബാസ്റ്റിൻ എന്നറിയപ്പെടുന്ന കക്ഷി അങ്ങനെ ഉണ്ടാക്കി. അല്ലാണ്ട് ഇയാൾക്ക് ഒരു നല്ലൊരു വെൽത്തി ചുറ്റുപാടൊന്നും അല്ലായിരുന്നുള്ള. ഇയാൾ ആദ്യമായിട്ട് ഈ പൈസ ഉണ്ടാക്കുന്നത് ഈ ബിന്ദു പത്മനാഭന്റെ വസ്തുവകൾ ഇടപാടുകാരനായ ശേഷമാണ് അല്ലേ? പൈസ കയ്യിൽ വരുന്നത് അതിന് ശേഷമാണ്. തീർച്ചയായിട്ടും അതിനു മുമ്പ് സാധാരണ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സായിട്ടൊക്കെയാണ് ഇയാൾ വസ്തുവകൾക്ക് ഏർപ്പാടായി കൊടുക്കുന്ന. അതുമായിട്ട് അത്രത്തോളം അത് സമ്പന്നമായിരുന്നില്ല. ഇപ്പോൾ ഞാനിവിടെ നിന്നൊരു കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് തൊട്ട് അതിലൊക്കെ താമസത്തിലേക്കിട്ട് ഇയാളുടെ ഈ ബിന്ദു പത്മനാഭൻ്റെ ഇടപാടിന് ശേഷമാണ് ഇയാൾക്ക് സമ്പത്തുണ്ടായിട്ടുള്ളത്. അയാളുടെ സാമ്പത്തിക വിഷയത്തിൽ ഞാൻ ഇടപെടുകയും ചെയ്തതാണ്. കാരണം ഞാനൊരു പൊതുപ്രവർത്തന നിലയ്ക്ക് ഇയാൾ എൻ്റെ അടുക്കൽ വരുമ്പോൾ സാമ്പത്തിക വിഷയമായിരുന്നു. അയാളുടെ അനുജനായിട്ട് ഒരു കസിനുമായിട്ടുള്ള വിഷയമായിരുന്നു. ഒരു 12 ലക്ഷം രൂപയുടെ FD വാരാണ്ട് ബാങ്കിലുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പൈസ വേണമെന്ന് പറഞ്ഞു. അയാളുടെ പൈസയായിരുന്നു, പക്ഷേ ഇയാളുടെ കസിനുമായിട്ട് ജോയിൻ്റ് FD ആയിട്ടിരുന്ന. അപ്പോൾ അയാൾ എൻ്റെ പൈസയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളുടെ അനിയനെ ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് പൈസ ഇല്ല, അത് സവാസിൻ്റെ പൈസയാണെന്ന് എന്നോട് പറഞ്ഞു. പിന്നെ അത് ഞങ്ങൾ ഒരു ചർച്ച നടത്തി. ഇയാൾ ഒരു 7 ലക്ഷം എടുത്ത് കൊടുക്കുക. അതിനുശേഷം ഇയാളുടെ പൈസ പിന്നെ ഉണ്ടോയെന്നറിയാം. പിന്നെ പലരും വാങ്ങിച്ചിട്ടുണ്ട്, എനിക്കറിയാവുന്ന പലരൊക്കെ ഇയാൾക്ക് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. കേസ് വന്നപ്പോൾ പലർക്കും കൊടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ രക്ഷപ്പെട്ടവരുണ്ട്. ഈ കേസ് നിൽക്കുന്നതുകൊണ്ട് പലർക്കും ഇവന് പൈസ ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മനസ്സിലായി. ശ്രീ ഹരിദാസ്, ഇപ്പോൾ ചെറിയ കള്ളത്തരമൊക്കെ ചെയ്ത് തട്ടിപ്പൊക്കെ നടത്തി അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരാൾ 50 വയസ്സിന് ശേഷം അയാൾ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. ഇതുവരെ കാര്യങ്ങളൊക്കെ ക്ലിയർ. പക്ഷേ ഇയാൾ ഇങ്ങനെ ഒരു വലിയ തട്ടിപ്പ് നടത്തുകയും വേണ്ടി വന്നാൽ ആളുകളെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്രിമിനൽ സെബാസ്റ്റ്യൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇതൊക്കെ വേണ്ടി വന്നാൽ ചെയ്യും, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എന്ന് കരുതിയിട്ടുണ്ടോ? സത്യത്തിൽ അല്ല, അങ്ങനെയൊന്നും ഇയാളുടെ ഒരു ഇടപെടൽ ഞങ്ങൾക്ക് അയൽവാസികൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ ബിന്ദുവിൻ്റെ കേസ് വന്നപ്പോഴാണ് ആ മിസ്സിംഗ് എന്ന് കണ്ടപ്പോൾ അയാൾ ഇങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഈ ക്രിമിനൽ മെൻറ്റാലിറ്റി എന്ന് പറയുമ്പോൾ മോഷണം തുടങ്ങിയ കാര്യങ്ങൾ അയാളുടെ ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുക, തട്ടിപ്പ് പറയുക, വായിച്ച കൊടുക്കുക, ഇതൊക്കെ അയാളുടെ നേച്ചറായിരുന്നു. പിന്നെ അയാൾക്ക് കുറേ ബന്ധങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഈ മദ്യം വാങ്ങിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ പണം കൊടുത്തിട്ട് അങ്ങനെ കുറേ പേര് അയാളുടെ ബന്ധങ്ങളുണ്ട്. അയാളുടെ വീടൊരു ദർബാറായിരുന്നു എല്ലാ ദിവസങ്ങളും. ദിവസവും പോയി അങ്ങനെ അയാളുടെ പറ്റക്കൂടി പോകുന്ന ഒരാളെന്നൊരു കാഴ്ചക്കാരൻ കൂടിയായിരുന്നു. അത് ഈ ബിന്ദുവിൻ്റെ ആ ഒരു വസ്തു ഇടപാടിന് ശേഷമാണ് അയാൾക്ക് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിനുമുമ്പ് അയാൾക്ക് സാമ്പത്തികമൊന്നും ഇല്ലാത്ത സാധാരണ ഒരു ശരി.